വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കിയ സോണറ്റിൻ്റെ സെറാമിക് കോട്ടിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് സെറാമിക് കോട്ടിംഗ് എന്ന് പറയാം. സോ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. സെറാമിക് ചെയ്താൽ സ്ക്രാച്ചസ് വരാണ്ടിരിക്കുമോ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ്. ആക്ച്വലി സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ലെയറിൻ്റെ മേലെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു കോട്ടിങ് കൊടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും പറയും ഇത് നമുക്ക് തന്നെ ചെയ്തുകൂടെ, ആ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അടിച്ചുകൂടെ. പക്ഷേ അതല്ല. ആക്ച്വൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിൻ്റെ മേലെയുള്ള എല്ലാ സ്ക്രാച്ചസൊക്കെ റിമൂവ് ചെയ്ത് അതിന് ശേഷമാണ് ഈ സെറാമിക് കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3 ഡേയ്സിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാറ് സെറാമിക് ചെയ്യാൻ പോകുന്നത് സ്നാഷിൽ നിന്നാണ്. കാസർഗോഡിലാണ് ഇവരുടെ സെറാമിക് ചെയ്യുന്ന അവരുടെ ഷോപ്പുള്ളത്. ഇത് മാത്രമല്ല, അവർക്ക് തലശ്ശേരി, കണ്ണൂർ, അതുപോലെ തന്നെ UAE-യിലൊക്കെ ഇവർക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സോ ഒരു അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണൽ ടീംസാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെറാമിക് കോട്ടിങ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കാശ് മുടക്കി സെറാമിക് കോട്ടിങ് ചെയ്യുന്നത്, വല്ല വാക്സിങ്ങോ ചെയ്താൽ പോരെ. അപ്പോൾ സെറാമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാക്ടറി പെയിൻറ്റ് ഒരു മേ ബി ഒരു 3-4 വർഷത്തേക്ക് ഇതേപോലെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെറാമിക് കോട്ടിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വാക്സ് ചെയ്താൽ ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വാക്സ് അങ്ങ് പോകും. മേ ബി ഒരു 2 മാസം മുമ്പ് വാക്സ് അങ്ങ് പോകും. വീണ്ടും വാക്സ് ചെയ്യേണ്ടി വരും. ആൻഡ് അത് മാത്രമല്ല, പെയിൻറ്റ് ഫാക്ടറി പെയിൻറ്റ് ഫെയ്ഡായിക്കൊണ്ടിരിക്കും. പക്ഷേ സെറാമിക് ചെയ്താൽ ഇതിന് മേലെ ഒരു ഗ്ലാസ് ലെയർ ഫോം ചെയ്ത് ഇത് എന്താ പറയുക, ഫാക്ടറി പെയിൻറ്റ് പോകാണ്ട് തന്നെ അവിടെ കുറേ വർഷത്തേക്ക് ഇങ്ങനെ പുതിയൊരു വണ്ടി പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സെറാമിക് കോട്ടിങ് ചെയ്തത്. പിന്നെ കുറേ പേര് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തിനാണ് പുതിയ വണ്ടിയിൽ ചെയ്യുന്നത്, കുറച്ച് വണ്ടി പഴകിയ ശേഷം ചെയ്താൽ പോരെ. അല്ല, ഇത് ആക്ച്വലി പുതിയ വണ്ടിയിലാണ് ചെയ്യേണ്ടത്. ബിക്കോസ് പഴയ വണ്ടി ഫെയ്ഡായ ശേഷം സെറാമിക് ചെയ്താൽ അതൊരു പഴയ വണ്ടിയിൽ ഒരു ഗ്ലോസ് കൊടുത്ത പോലെ ഉണ്ടാവും. ആ ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്ടറി പെയിൻറ്റ് കുറേ വർഷം വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം സെറാമിക് കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വണ്ടി കൊടുത്ത ശേഷം ഇവരത് നല്ല നൈസായിട്ട് വാഷ് ചെയ്ത് തരും. വാഷ് ചെയ്ത ശേഷം ഇതിൻ്റെ മേലെ കോമ്പൗണ്ടിങ് എന്നൊരു പ്രോസസ്സ് ചെയ്യും. ഓക്കെ, കോമ്പൗണ്ടിങ് പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലുള്ള മൈനർ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ ഈ കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ ഈ ജസ്റ്റ് അതിൻ്റെ ഒരു മേലത്തെ ഒരു പെയിൻറ്റ് ലെയർ ജസ്റ്റ് ഒരു ചെറുതായിട്ട് അങ്ങ് കളഞ്ഞാൽ അപ്പോൾ ആ സ്ക്രാച്ചസൊക്കെ പോയി കിട്ടും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് ഇവർ പോളാർ അടിക്കും. അപ്പോൾ പോളാർ അടിക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഗ്ലോസ് കൂട്ടാൻ വേണ്ടി, നമ്മൾ കോമ്പൗണ്ട് ചെയ്ത ശേഷം അതിനൊരു ഗ്ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോളാർ ചെയ്യുക. നെക്സ്റ്റ് പ്രോസസ്സ്, പോളാറിന് ശേഷം ഇവർ വീണ്ടും വാഷ് ചെയ്യും. വാഷ് ചെയ്ത ശേഷമാണ് സെറാമിക് കോട്ടിംഗ് അടിക്കുക. സോ ദിസ് ഈസ് ദ പ്രോസസ്സ്. ഇതിൻ്റെ പിന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഹൈഡ്രോഫോബിക് നേച്ചറാണ്. ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം വീണാൽ പെട്ടെന്ന് തന്നെ റിപ്പിൾ ചെയ്ത് താഴെ വരും. അപ്പോൾ അവിടെ തന്നെ സർഫേസിൽ നിൽക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല ഈ സെറാമിക് കോട്ടിങ് ചെയ്ത്. അതുപോലെ തന്നെ വിൻഷീൽഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടർ ക്ലിയർ ആവും. നല്ല ഹെവി റെയിൻസിലൊക്കെ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും ഈ സെറാമിക് കോട്ടിങ് നമ്മുടെ വിൻഷീൽഡിൽ ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ അലോയ് വീൽസ്, ഫ്രണ്ടും ബാക്കും, വിൻഷീൽഡും ഫുള്ള് ഫൈബറും ബമ്പറും ഒക്കെ പാർട്സ് അവർ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോട്ട്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എന്തൊക്കെ ഡിഫറൻസ് ഇതിൽ വരുന്നില്ല എന്നൊക്കെ. ഗൈസ്, ഇതാ നമ്മുടെ വണ്ടി സെറാമിക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ സ്നാഷ് സെറാമിക്സ് എന്ന് പറയുന്ന നമ്മൾ ചെയ്ത സെറാമിക്സ് കട. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയാണ് അവരുടെ ഫിനിഷിങ്, എങ്ങനെയാണ് അവർ ചെയ്തതെന്നൊക്കെ. ലെറ്റ്സ് ഗോ. വണ്ടി നൈസായിട്ട് കുട്ടപ്പേ നിൽക്കുന്നുണ്ട്. നമ്മൾ കൊടുത്ത വണ്ടിയല്ല കേട്ടോ കിട്ടിയത്, വേറെ വണ്ടിയാണ്. വീലൊക്കെ പോളി ചെയ്ത് വെച്ചിട്ടുണ്ട്.
റിഫ്ലക്ഷൻ കണ്ടോ, മിറർ എഫക്റ്റാണ്, എന്നെ വരെ മുഖം വരെ കാണാൻ പറ്റുന്നുണ്ട്. സെറാമിക് കഴിഞ്ഞ് ഇറങ്ങിയപ്പാട് തന്നെ മഴ വന്നിരിക്കുന്നു. അപ്പോൾ അതേ സെറാമിക് ആയതുകൊണ്ട് വെള്ളം നിൽക്കുന്നില്ല, വെള്ളം അത് എങ്ങനെ അങ്ങ് ഒലിച്ചു പോവാണ്. ഇത് ഡ്രൈവിംഗ് സേഫ്റ്റി കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് സച്ചിൻ ദ ടെക് ഗണ്ണർ സൈനിങ് ഔട്ട്.